നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം, ഒരു കരിയർ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഹൗ ടു ചൂസ് ദ ബെസ്റ്റ് കരിയർ. എങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്? പ്ലസ് ടു കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് കോഴ്സ് സെലക്ട് ചെയ്യാം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യാം, എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, ഏത് കോഴ്സ് എടുത്താൽ നമുക്ക് സക്സസ്ഫുൾ ആവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. കരിയർ അഡ്വൈസേഴ്സ് ഒരുപാട് ആളുകളുണ്ട്. കോഴ്സ് സെലക്ട് ചെയ്തിരുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഏജൻസികൾ സെലക്ട് ചെയ്തിരുന്ന നിങ്ങളല്ല പലപ്പോഴും സെലക്ട് ചെയ്യുന്നത്, നമ്മളല്ല സെലക്ട് ചെയ്യുന്നത്, പലരുമാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വേറൊരു വശം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വളരെ താഴത്തേക്ക്, ഒരുപാട് പിന്നിലേക്ക്, കുറച്ച് പുറകിലേക്ക് പോകാം. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ജർമ്മൻ അമേരിക്കൻ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റിൻ്റെ കുറച്ച് തിയറികളെ കുറിച്ചാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ എറിക് എറിക്സൺ എന്ന് പറയുന്ന ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റിൻ്റെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു തിയറി, അതായത് ഒരു ഡെവലപ്മെൻറ്റൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയുടെ ഭാഗമായി വരുന്ന 8 സ്റ്റേജസിൽ ഒരു സ്റ്റേജാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ് ആ ഡെവലപ്മെൻറ്റ്? അതൊരു ഡെവലപ്മെൻറ്റൽ ഏരിയയാണ്. ഒരു കുട്ടി ജനിച്ച് വളർന്ന് ഒരു അഡൾട്ട് ആകുന്നത് വരെ, അഡോളസൻസിലെത്തുന്ന ആ ഒരു സിറ്റുവേഷൻ, എനിവേ ത്രൂ ഔട്ട് ഒരു 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 ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ 8 സ്റ്റേജസിലുള്ള ഒരു സ്റ്റേജാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻറ്റൽ ഏരിയ. ഈ ഏരിയയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു, ഈ ഏരിയയിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കാതിരുന്നാൽ എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കാം എന്നതാണ് നമ്മുടെ വിഷയം ആക്ച്വലി. അപ്പോൾ ഈ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു പ്രീ സ്കൂളിലൊക്കെ ചെല്ലുന്ന ഒരു സ്കൂൾ, അതായത് ചൈൽഡ്ഹുഡ് സാഹചര്യത്തിൽ നടക്കുന്നതാണ്. അതായത് 11 വയസ്സിന് മുമ്പ്, ഒരു 2 വയസ്സ് മുതൽ 11 വയസ്സ് 12 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ ഏജ്, പ്രീ സ്കൂളിലാണ് ശരിക്കും നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് പലപ്പോഴും. അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്ന് ഉദ്ദേശിച്ചത് ഒരു ഫീലിംഗ് കെപ്പബിൾ, ഞാൻ കെപ്പബിൾ ആണ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു കുട്ടിക്ക് സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ ടൈമിൽ ഞാൻ കെപ്പബിൾ ആണ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നത് എങ്ങനെ? അത് കിട്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഞാൻ കെപ്പബിളാണ് എന്നുള്ള ഫീലിംഗ് എപ്പോഴാണ് പലപ്പോഴും കിട്ടുന്നത്? കുട്ടി നല്ല അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്താണ്, അല്ലേ? നല്ല അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എല്ലാ കുട്ടികളെയും അവൻ വളരെ കെപ്പബിളാണ് അല്ലെങ്കിൽ അവൾ വളരെ കെപ്പബിളാണ് എന്ന് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും പറയും. പക്ഷേ നല്ല അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാതെ മറ്റ് പല ഏരിയകളിലും ഒരുപാട് സ്കിൽസും കോമ്പിറ്റൻസും കാണിക്കുന്ന കുട്ടികളുണ്ട്. സ്പോർട്സിൽ, ആർട്സിൽ, അതുപോലെ ചില സമയത്ത് നല്ല ബിസിനസ് സ്കിൽസ് ഉള്ളവരും കൂടി ഉണ്ടാവും. അവർ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ, ഈ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുകയും അതിനെ വിൽക്കുകയും അതിൽ നിന്ന് ഏൺ ചെയ്യുകയും അതുപയോഗിച്ച് വീണ്ടും മേടിക്കുകയും അതിനെ വീണ്ടും വളർത്തുകയും വീണ്ടും സെല്ല് ചെയ്യുകയും അതിലൂടെ മാർക്കറ്റിങ്ങും സെയിൽസും ബിസിനസ്സും ഫിനാൻസും എല്ലാം പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. പക്ഷേ ഇതെല്ലാം പാരൻസ് കാണാതെയാണ് ചിലപ്പോൾ ഈ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? അതൊക്കെ എടുത്തു വെച്ചിട്ട് പോയി പരീക്ഷയാണെന്ന് പറയും. പക്ഷേ അവിടെ അങ്ങനെ പറയുന്ന സമയത്ത് അവൻ എന്തോ തെറ്റാണ് ചെയ്യുന്നത്, എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിംഗാണ് ഉള്ളിലുണ്ടാവുന്നത്. അവിടെ അതാണ് എൻകറേജ് ചെയ്യപ്പെടേണ്ടത്. അയാൾ അതിലായിരിക്കും എടുക്കാൻ. അപ്പോൾ അവിടെ ആ ആക്ടിവിറ്റീസിനെ, മീനിങ് ഫുള്ളായിട്ടുള്ള ഏത് വ്യക്തിയെയും നമ്മൾ എൻകറേജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫീലിംഗ് കെപ്പബിൾ, ഐ ആം കെപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ് എന്നുള്ള ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അക്കാഡമിക് സൈഡിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യപ്പെടുമ്പോൾ മറ്റ് പല മേഖലകളിലും കഴിവുള്ള കുട്ടികൾ അവർ ഇൻഫീരിയർ ആണ് അല്ലെങ്കിൽ കെപ്പബിൾ അല്ല എന്നുള്ള ഫീലിംഗ് അവരുടെ ഉള്ളിലേക്ക് വരും. അതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും അവർക്ക് ഒരു ഇൻഡസ്ട്രി ഫീലിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഐ ആം കെപ്പബിൾ ഓഫ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുകയും പഠിത്തത്തിൽ കുറച്ചൊന്ന് കോമ്പിറ്റൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ അക്കാഡമിക്കിൽ അത്ര കണ്ട് എക്സ്പെർട്സ് അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ഇൻഫീരിയർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരികയും പിന്നീട് അവരുടെ അഡോളസൻസ് സ്റ്റേജിലെത്തുന്ന സമയത്ത് ഒരു റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. റോൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡോളസൻസിലെത്തുന്ന സമയത്ത് ഒരു റോൾ മോഡൽസിനെ സീക്കുകയും, അതായത് ഏത് കരിയർ വേണം, ഏത് ആളെ പോലെയാണ്, എന്താകണം, ആരാകണം എന്നതിനെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ ഉള്ളിലുണ്ടാവും.
ഇപ്പോൾ ഒരു ഡോക്ടറുടെ മകനാണെങ്കിൽ അവനൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ചില സമയത്ത്. അവന് ഡോക്ടറായാൽ മതി എന്നുള്ളത് ഓൾറെഡി തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി അതിനകത്തേക്ക് പോയി. ഇനി അവൻ ആർട്സിലാണ് കഴിവെങ്കിൽ ഈ ഡോക്ടർ ഫാമിലി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകും. അതിന് വേറെ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ അഡോളസൻറ്റ് സ്റ്റേജിലുണ്ടാകുന്ന റോൾ കൺഫ്യൂഷന് ഒരു പ്രധാന കാരണവും ഈ പറഞ്ഞ നേരത്തെയുള്ള ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ള സ്റ്റേജിൽ കിട്ടുന്ന അവഗണനകളാണ് പലപ്പോഴും. അപ്പോൾ ആ സ്റ്റേജിൽ തുടങ്ങിയ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാതെ വരികയും അവിടെ ഇൻഫീരിയർ ആവുകയും ചെയ്യുമ്പോൾ അത് പിന്നീട് അഡോളസൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ എൻ്റെ കഴിവുകൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയി നേരെ നമ്മളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അഡോളസൻസ് സ്റ്റേജിൽ വളരെ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. എന്താണ് എൻ്റെ കഴിവെന്ന് എനിക്കറിയില്ല. ഓട്ടോമാറ്റിക് ഞാൻ അക്കാഡമിക്കിൽ അത്ര തന്നെ എക്സലൻ്റ് അല്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ പോരാന്നാണ്. കാരണം എനിക്ക് മറ്റ് പല മേഖലകളും പല അറിവുകളുണ്ട്. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനോ അതിനകത്ത് കഴിവ് തെളിയിക്കാനോ പലപ്പോഴും പല രീതിയിലും എൻകറേജ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ നമുക്ക് കഴിവില്ലാത്ത മേഖലയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ ചെല്ലുന്നത് ചില ഏജൻസികളുടെ കയ്യിലേക്കായിരിക്കും. അപ്പോൾ അവർ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരും കോഴ്സ്. അങ്ങനെയുള്ള കോഴ്സുകൾ പലരും ഏജൻസികളെ വളർത്തുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങളുടെ വളർച്ച ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്ത കോഴ്സുകൾ എടുക്കുന്നതും അതിനകത്ത് പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ചെറിയ സ്റ്റേജ് തുടങ്ങിയേ ഇതിനകത്ത് വളം വെച്ച് കൊടുക്കേണ്ടടുത്ത് വിഷം വെച്ച് കൊടുക്കുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി, ഈ 2 തിയറികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അഡോളസൻറ്റ് സ്റ്റേജിലെത്തുന്ന സമയത്ത് +2 കഴിഞ്ഞ പാടെ കുട്ടികളെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് തള്ളിവിടുന്നതിന് പകരം ലെറ്റ് ദം എക്സ്പ്ലോർ. അവർ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇതിനകത്ത് ചിലപ്പോൾ ഒരാൾക്ക് നേഴ്സ് ആവണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അവർ ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് കണ്ട് നേഴ്സിൻ്റെ ആക്ച്വൽ ജോബ് കാണുമ്പോൾ ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും. ചിലപ്പോൾ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആകുന്നുണ്ട്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു IT പ്രൊഫഷണൽ ഡാറ്റാ സയൻസ് ആകണമെന്നൊക്കെ ആഗ്രഹം തോന്നും. ആക്ച്വൽ ഡാറ്റാ സയൻറ്റിസ്റ്റിനെ കണ്ടു കഴിയുമ്പോഴായിരിക്കും അയാളുടെ പ്രൊഫഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഇത് വേണ്ടാന്ന് തോന്നുന്നത്. ചിലപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻറ്റിന് വളരെയധികം ടെക്നിക്കൽ സ്കിൽസ് ഉള്ള ഒരാളായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ IT പ്രൊഫഷണൽ ആകുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ +2 കഴിഞ്ഞ് 1 വർഷം വേണമെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പ്ലോറേഷൻ എടുത്താൽ പോലും അതൊരു തെറ്റല്ല. അതിനുശേഷം നമുക്ക് വേണ്ട കോഴ്സിനെ കുറിച്ച് സെലക്ട് ചെയ്യാം, അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് അത്തരം ആളുകളുമായിട്ട് സംസാരിക്കുകയും മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മാനദണ്ഡങ്ങളാണ്. അപ്പോൾ അഡോളസൻറ്റ് സ്റ്റേജിലുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. നമുക്കൊരു ഐഡൻറ്റിറ്റി, നമ്മൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സക്സസ്ഫുൾ അഡ്വക്കേറ്റിൻ്റെ മകന് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും ഇല്ല. അയാൾ ഉറപ്പാക്കി അയാൾക്ക് ആ തൊഴിലിനോട് ഇഷ്ടമാവുകയും അഡ്വക്കേറ്റ് ആവുന്നതിനോട് താല്പര്യം ഉണ്ടാവുകയും ആ കാര്യങ്ങൾ കണ്ടു വളരുകയും ചെയ്യുന്നതിലൂടെ അയാൾക്ക് അതിന് ഉറപ്പായി എനിക്കിത് മതി. അപ്പോൾ ഐഡൻറ്റിറ്റി അവിടെ ക്ലിയറായി. അത് പലപ്പോഴും എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അപ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന സാഹചര്യമാണ് അഡോളസൻസ്. ഇതിനെ പല ഏജൻസികളും ചൂഷണം ചെയ്യാം, പല ആളുകളും ചൂഷണം ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടെങ്കിൽ അത് നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് റോൾ കൺഫ്യൂഷൻ, നമുക്ക് ഏത് റോൾ എടുക്കണം ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസങ്ങൾ തന്നെ പലപ്പോഴും മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മളുടെ ജോബ് പെർസ്പെക്റ്റീവ് മാറും, അങ്ങനെ പല മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജിലെ സാഹചര്യമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ട്രാപ്പുകളിൽ നിന്നും രക്ഷപ്പെടാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഈ പറയുന്ന തൊഴിലുകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും നമ്മൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുക, നമുക്ക് പറ്റുമെങ്കിൽ അത്തരം ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അത്തരം ആളുകളോട് വിളിച്ച് സംസാരിക്കുക, അവരുമായിട്ട് ഇടപെടുക. അതിനുശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ വലിയ ലക്ഷങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു റിസർച്ച് പോലും നടത്താതെ ആരും എന്തോ പറയുന്നത് കേട്ടിട്ട്, ഒരു PR കിട്ടുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ വെച്ചുകൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് ഈ കോഴ്സുകളെ കുറിച്ചിട്ടും എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിനോട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമൻസുകളാണെങ്കിലും എല്ലാം താഴെ രേഖപ്പെടുത്തുക. നമുക്കതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.